ഗോവാസ് ഉന്നയിച്ച വിഷയങ്ങൾ വീണ്ടും ഓർമ്മയുടെ തടങ്കലിൽ അടക്കപ്പെടുകയാണ് ചെയ്തത്. രാമനവമിയായിട്ട് ബന്ധപ്പെട്ടും ഹനുമാൻ ജയന്തിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഘോഷയാത്രകൾ ഒരു ആക്രമണ യാത്രകളായിട്ട് മാറുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടരുന്നുണ്ട്. ഇത്തരം പദ്ധതികൾക്ക് അനുയോജ്യമായ ഒരു ഭൂപ്രകൃതിയാണോ ഹിമാലയത്തിനുള്ളത് എന്നുള്ളത് ഒരു റീതിങ്ക് ചെയ്യേണ്ട സമയമാണ് ഗവൺമെന്റ്. ഇനി 2024 ഏറ്റവും രൂക്ഷമായ പ്രശ്നമായി തുടരാൻ പോകുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം. കർഷകരെ ഈ ദുരിതത്തിലേക്ക് തള്ളിവിടാതിരിക്കുകയും കർഷക ആത്മഹത്യയിലേക്ക് തള്ളിവിടാതിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട്. മുഖ്യധാരാ മാധ്യമങ്ങളാകട്ടെ സമൂഹ മാധ്യമങ്ങളാകട്ടെ സ്ഫോടനത്തിന് പിന്നിൽ ഹമാസ് ബന്ധം, യഹൂദരും യഹോവ സാക്ഷികളും തമ്മിൽ ബന്ധമുണ്ടെന്നും ഒക്കെ പറഞ്ഞു പടർത്തുകയും വർഗീയമായ രീതിയിലേക്ക് ആ ചർച്ച പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഗാസയിലെ ഒരു വെടിനിർത്തലുണ്ടാവുകയും പലസ്തീൻ കോസിന് അല്ലെങ്കിൽ പലസ്തീൻ ക്വസ്റ്റ്യൻ ഒരു ഉത്തരം ഉണ്ടാവുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം.